അതായത് GPS കുറ്റിയിട്ട് പറയാൻ നിൽക്കുന്നതിൻ്റെ മുമ്പ് ആദ്യം എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇത് കൊണ്ടുവരാനുള്ള സാഹചര്യങ്ങളെ പറ്റിയിട്ടൊന്ന് പറയണം. 2018 ബാംഗ്ലൂർ വെച്ചിട്ട് ഒരു സ്ത്രീനെ ബസ്സിൽ വെച്ച് പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയിട്ടുള്ളൊരു കേസ് ഉണ്ടായിരുന്നു. ആ കേസിനെ അടിസ്ഥാനപരമാക്കിയിട്ട് കേന്ദ്ര സർക്കാർ കൊടുത്തിട്ടുള്ള ഒരു നിയമമാണ്. ഈ നിയമത്തിൽ പറയുന്ന GPS എന്ന് പറയുന്നത് 2018 കേസ് കഴിഞ്ഞ് 2019 കേന്ദ്ര സർക്കാർ ഈ നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നത്. അതിൽ ഈ GPS അതായത് റൂൾസ് ഞാൻ സെക്ഷൻ പറഞ്ഞുതരാം. 2019 ഒക്ടോബർ 1 ശേഷം സെക്ഷൻ 138A വകുപ്പ് പ്രകാരമുള്ള GPS ആണ് നമ്മൾ ഘടിപ്പിക്കേണ്ടത്. ആ GPS പറഞ്ഞിട്ടുള്ളത് നിയമത്തിൽ പറഞ്ഞിട്ടുള്ളത് AIS 140 പ്രകാരമുള്ള GPS ആണ്. ആ GPS സാറ്റലൈറ്റ് വന്നിട്ട് നമ്മളെ ഇന്ത്യയിലാണ് അതിൻ്റെ സാറ്റലൈറ്റ് ഉള്ളത്. ആ സാറ്റലൈറ്റ് 2019 ശൂന്യാകാശത്തേക്ക് വിട്ടിട്ട് നമ്മളെ കടപ്പുറത്ത് തകർന്ന് വീണതായിട്ട് ചരിത്രത്തിലുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ഇപ്പം നമ്മളെ GPS ട്രാക്ക് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് അമേരിക്കയുടെ ഇതിലാണ്. അന്ന് നമ്മളുടെ വലിയ വാർത്തയായിട്ട് വന്നിട്ടുള്ളതാണ്. അതായത് നമ്മളുടെ ഗൂഗിൾ മാപ്പ് അതേമാതിരി ലൊക്കേഷൻ മാപ്പ് GPS ട്രാക്കിങ് സംവിധാനത്തിന് ഇന്ത്യ കണ്ടുപിടിച്ച ഒരു സാറ്റലൈറ്റ് വിട്ടിട്ടുണ്ട്. അത് തകർന്നതിന് ശേഷം ഇതിനെ പറ്റിയിട്ട് പിന്നെ വേറൊരു ചർച്ചയും ഇതുവരെയായിട്ട് വന്നിട്ടില്ല. പക്ഷെ നിയമത്തിൽ പറയുന്നത് ഈ GPS AIS 140 പ്രകാരമുള്ള GPS ആണ് നമുക്ക് ഫിറ്റ് ചെയ്യേണ്ടത്. ആ GPS നമ്മളെ ഇന്ത്യയിൽ ഇന്നവരായിട്ട് ഒരു വാഹനത്തിലും ഫിറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന GPS എന്ന് പറയുന്നത് സാധാരണക്കാരനെയും അതേമാതിരി അതായത് ഒരു വാഹനം മേടിക്കാൻ പോകുന്ന ഉപഭോക്താവിനെ അവിടുന്ന് ആ ഷോറൂമിൽ നിന്ന് തുടങ്ങുകയാണ് ഒരു ഉപഭോക്താവിനെ ഇല്ലാണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന നിയമങ്ങളും ഭരണ പരിഷ്കാരങ്ങളാണ് നമ്മളെ സംസ്ഥാനത്ത് നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനൊരു ഉദാഹരണം, ഇപ്പോൾ നമ്മളൊരു വാഹനം ഒരു GPS കമ്പനി ഘടിപ്പിച്ചിട്ട് നമുക്ക് തരുമ്പോൾ ഒരു വാഹനത്തിന് 3 ചാവിയുമായി തന്നെ ഓണറിൻ്റെ മൊബൈലിലേക്കും അതിൻ്റെ ആ GPS ലൊക്കേഷൻ ആപ്പ് കൊടുക്കുന്നുണ്ട്. ഗവൺമെൻറ് RTO മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിന് അതിൻ്റെ ഒരു ആപ്പ് കൊടുക്കുന്നുണ്ട്. ഒരാപ്പ് കൊടുക്കുന്നത് ഫിനാൻസിനാണ്. ഈ ഫിനാൻസ് സംബന്ധമായിട്ടുള്ള വണ്ടികളുടെ EMI ഒക്കെ തെറ്റിക്കഴിഞ്ഞാൽ ഒരു വർഷം 100 കണക്കിന് വാഹനങ്ങൾ അന്യ സംസ്ഥാനത്ത് വെച്ചിട്ട് ട്രാക്ക് ചെയ്ത് പിടിക്കുക എന്നുള്ള ഒരു ഉപകാരത്തിന് മാത്രം ഇതിന് പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മളെ സംസ്ഥാന സർക്കാർ. ഇത് ഇന്ത്യയിൽ 28 സ്റ്റേറ്റിലും ഈ കേരളത്തിൽ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. ബാക്കി 27 സ്റ്റേറ്റിലും ഇതില്ല. ഇനി ലോറിക്കാരൻ്റെ അവിടെ നിൽക്കട്ടെ, നമ്മൾ സാധാരണ ഒരു ഉപഭോക്താവ് ഒരു ഓട്ടോറിക്ഷ വിളിച്ചിട്ട് ഇപ്പോൾ ഒരു 4 വീല് ഓട്ടോറിക്ഷ ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതിൽ 4 ഡ്രൈവർ അടക്കം 5 പേരാണ് പാസിങ്ങൾ. ആ വാഹനത്തിനടക്കം അതൊക്കെ ഏറി വന്ന് എത്ര കിലോമീറ്റർ സഞ്ചരിക്കും? ഏറി വന്ന് ഒരു 100-120 കിലോമീറ്ററിന് മുകളിലൊന്നും ആ വാഹനം എടുക്കില്ല. അതിൻ്റെ മുകളിൽ പോകണമെങ്കിൽ ടാക്സിയെ വിളിക്കുള്ളൂ. ഏതൊരാളാണ്, ഞാനായാലും ഏത് ഉപഭോക്താവാണെങ്കിലും ടാക്സിയെ വിളിക്കുള്ളൂ. ഈ ഓട്ടോറിക്ഷക്കടക്കം ഇത് അടിച്ച് ഏൽപ്പിക്കുമ്പോൾ ഇതിൽ എന്താണ് സർക്കാരിന് ഇത്ര വലിയ ലാഭം എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. കാരണം ഈ ഒരു സാധനം ഫിറ്റ് ചെയ്യാൻ പുതിയത് ഫിറ്റ് ചെയ്യണമെങ്കിൽ 6000 തൊട്ടിട്ട് 12000 രൂപ വരെ അതിന് വില വരുന്നുണ്ട്, ഓരോ ബ്രാൻഡിൻ്റെ വിലയും. പക്ഷേ ഓട്ടോറിക്ഷയിൽ ഇപ്പോൾ ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 6700 രൂപ അത് ഫിറ്റിങ്ങും. റീചാർജ് ചെയ്യാൻ 3500 രൂപയാണ് പ്രതിവർഷം ഒരു ഓട്ടോറിക്ഷക്കാരതിന് ചിലവാക്കുന്നത്. ഇനി ആ ഓട്ടോറിക്ഷ അതുമല്ല, ഇനിയിപ്പോൾ നമ്മൾ ഇന്ന് ടെസ്റ്റ് കൊടുക്കുകയാണെങ്കിൽ 12ാം മാസത്തിലാണ് നമുക്ക് അടുത്ത ടെസ്റ്റ് വരുന്നത്. എന്നാൽ GPS അങ്ങനെയല്ല. ഇതെന്ന് നമ്മൾ ഫിറ്റ് ചെയ്യുന്നോ അവിടുന്ന് തൊട്ട് 11 മാസത്തേക്കാണ് നമുക്കിത് സാധനം വർക്കാവുന്നുള്ളൂ. 12ാം മാസം ആവുന്നതിൻ്റെ മുമ്പ് ഇത് റീചാർജ് ചെയ്തിട്ടില്ലെങ്കിൽ ഇത് കട്ടാവുകയാണ്. ഇത് കട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ കമ്പനി നിലവിലില്ല. ഈ കമ്പനീനെ പിന്നെ നമ്മൾ തേടി പോയി കഴിഞ്ഞാൽ കിട്ടില്ല. പിന്നെ നമ്മൾ വീണ്ടും പുതിയത് കയറ്റുകയാണ്. ഈ പുതിയത് കയറ്റുമ്പോൾ ആദ്യം ഏത് കമ്പനീൻ്റെ ആണോ ഫിറ്റ് ചെയ്തിരിക്കുന്നത് വെച്ചാൽ ആ കമ്പനിയിൽ നിന്ന് നമ്മൾ RC ബുക്കിൽ ഈ കമ്പനീൻ്റെ പേരുണ്ടെങ്കിൽ അതിനെ ഒഴിവാക്കണം. അതിനൊരു ചാർജ് സർക്കാരിലേക്ക് കൊടുക്കണം. എന്നിട്ട് രണ്ടാമത് നമ്മൾ ഇനി ഏതാണോ ഫിറ്റ് ചെയ്യണമെന്ന് വെച്ചെങ്കിൽ ആ ഫിറ്റ് ചെയ്യുന്നതിൻ്റെ നെയിമും ആ കമ്പനീൻ്റെ ഇതും നമ്മൾ അടുത്ത ടെസ്റ്റ് കൊടുക്കുമ്പോൾ അതിൽ ആഡ് ചെയ്യണം. അതിന് എക്സ്ട്രാ പൈസ വേറൊന്നും. ഇത് റീചാർജ് ചെയ്തിട്ടില്ലെങ്കിലോ ഇത് സാധനം വാഹനത്തിലില്ലെങ്കിലോ ഇതൊരു കാരണവശാലും നമുക്ക് ടെസ്റ്റ് നടപ്പിലാക്കുന്നില്ല. ഇതിൻ്റെ ഏറ്റവും വലിയ സങ്കടം എന്താണെന്ന് അറിയാം, ഈ സാധാരണ ഓട്ടോറിക്ഷക്കാർക്കൊക്കെ ഇത് അടിച്ചേൽപ്പിക്കുമ്പോൾ നമ്മളെ സംസ്ഥാനത്ത് ഏറ്റവും 6 മാസം
വളരെ മോശപ്പെട്ട മഴക്കാലത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ഓട്ടോറിക്ഷ ഒരു ടെസ്റ്റ് എടുക്കണമെങ്കിൽ അവൻ ചിലപ്പോൾ അവൻ്റെ ഭാര്യൻ്റെ അല്ലെങ്കിൽ അവൻ്റെ കുട്ടികളുടെ അല്ലെങ്കിൽ കടവും കള്ളിയും പേടിച്ചിട്ടാണ് ആ വാഹനം ടെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത്. അതിൻ്റെ ഇടയിൽ കൂടെയാണ് ഈ ഒരു ഇതുകൂടിയും പറഞ്ഞിട്ട് 8,000 9,000 12,000 റുപ്യ പ്രതിവർഷം ഒന്നും അറിയാണ്ട് സർക്കാരിലേക്ക് കിട്ടുന്നുണ്ടോ അറിയില്ല. ഈ വാഹനം മേടിച്ച് ഫിറ്റ് ചെയ്തതിനൊക്കെ എന്തെങ്കിലും ഉപകാരമുണ്ട്? ഇത് ഞെക്കി പിടിച്ചപ്പോൾ ഞാനിതിനെ പറ്റിയിട്ട് ഞെക്കി പിടിച്ചിട്ട് ഒരുപാട് ചാനലിൽ ഞാൻ ഇതിനെ പറ്റിയിട്ട് ഞെക്കി പിടിച്ചിട്ട് ആരെങ്കിലും നമ്മളെ അടുത്തേക്ക് വരികയാണെങ്കിലോ ഇല്ലെങ്കിൽ ഒരു രക്ഷാപ്രവർത്തനം നടത്തുക കണ്ടതായിട്ടോ ഈ 2019 ഇത് വന്നതിന് ശേഷം ഇത് 2024 ഈ കൊല്ലത്തിൻ്റെ ഇടയ്ക്ക് എവിടെയെങ്കിലും ഒരു തെളിവ് നമുക്ക് കിട്ടിയിട്ടുണ്ടോ? ഇതെന്തിനാണ് ഞങ്ങളങ്ങനെ ചൂഷണം ചെയ്യുന്നത്? ഇത് സർക്കാരിനും കുത്തക കമ്പനികൾക്കും കാശ് ഉണ്ടാക്കാനുള്ള ഒരു ഏർപ്പാടാണ്. ഇല്ലെങ്കിൽ ഞാനൊന്ന് പറയട്ടെ, നമ്മളുടെ GPS സിസ്റ്റം, നമ്മളുടെ മൊബൈൽ ലൊക്കേഷൻ സിസ്റ്റം ഇന്ന് നിയന്ത്രിക്കുന്നത് ആരാ? നമ്മളെ രാജ്യമാണോ? അല്ല, അയൽ രാജ്യങ്ങളാണ്. യൂറോപ്പ് മറ്റുള്ള അമേരിക്ക മായിട്ടുള്ള രാജ്യങ്ങളാണ് ഇതൊക്കെ നിയന്ത്രിക്കുന്നത്. നമ്മളെ രാജ്യത്തൊരു പ്രൊഡക്റ്റ് കണ്ടുപിടിച്ച് അത് പ്രാബല്യത്തിൽ അതുകൊണ്ട് ഉപകാരം ഉണ്ടെങ്കിൽ അത് ഫിറ്റ് ചെയ്യാൻ ഞങ്ങൾ മോട്ടോർ വാഹന തൊഴിലാളികൾ തയ്യാറാണ്. ഇതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു ഉപകാരം വേണ്ട. ഇപ്പോൾ എൻ്റെ സഹപ്രവർത്തകൻ ആ വാഹനത്തിൽ GPS ഉണ്ട്, അപ്പോൾ ഉറങ്ങിക്കിടക്കുന്ന ആൾക്ക് പെട്ടെന്ന് തന്നെ GPS ഞെക്കാൻ കഴിയുമോ? ഞങ്ങളൊരു വാഹനം ഓടിച്ചു പോകുമ്പോൾ ഒരു ആക്സിഡൻ്റ് ആയിക്കഴിഞ്ഞാൽ ക്യാബ് മൊത്തം ഞങ്ങളുടെ നെഞ്ഞത്തേക്കാണ് വരിക. അവിടെ ഞങ്ങളിത് ഞെക്കാനാണോ നോക്കുക? ഞങ്ങൾ തൊള്ളട്ടിട്ട് നാട്ടുകാരനെ വിളിച്ചു കൂട്ടാനാണോ നോക്കുക? അപ്പോൾ ഇതിലൊന്നും യാതൊരു ഇതില്ല. ഇപ്പോൾ എത്രയോ അഴിമതിയാണ് ഇതിൻ്റെ പേരിൽ നടന്നത്. ഇത് ലീഗലായിട്ട് പറയണേ ഇത് നിർത്തലാക്കണം. ഇപ്പോൾ സ്പീഡ് ഗവർണറിൻ്റെ കാര്യം പറഞ്ഞു, അതിന് നമുക്ക് ഒന്നും പറയാനില്ല, അതിനെ പറ്റിയിട്ട് പറയാൻ വേറുണ്ട്, അതവിടെ നിൽക്കട്ടെ. അപ്പോൾ അതല്ലേ നമ്മളെ വിഷയം. ഈ ഒരു സാധനം കൊണ്ട് സംസ്ഥാന സർക്കാരിന് എന്താ നേട്ടം എന്നുള്ള സർക്കാർ ചിലപ്പോൾ പറയേണ്ടി വരും, ഇല്ലെങ്കിൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർ പറയും. ഇതില്ലാണ്ട് ടെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ എന്താണ് ബുദ്ധിമുട്ട്? കാരണം അങ്ങനെയാണെങ്കിൽ ഈ കേന്ദ്ര സർക്കാർ 2019 പറഞ്ഞ അതായത് AS 140 പ്രകാരമുള്ള GPS ഘടിപ്പിക്കാനുള്ള സംവിധാനം കേന്ദ്ര സർക്കാർ കൊണ്ടുവരണം. അത് ഇതുവരെയായിട്ട് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. ഇത് കൊണ്ടുവരാൻ കഴിയാത്തടത്തോളം കാലം നമുക്കിതിനെ പ്രൊമോട്ട് ചെയ്തിട്ട് ഇത് ഞങ്ങൾക്ക് വേണം എന്നുള്ളത് ഒരിക്കലും ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തിട്ട് അനുകൂലിച്ചിട്ടും പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഈ സ്റ്റേറ്റിൽ മാത്രം, ഈ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇന്ത്യൻ്റെ ഉള്ളിലാണ്, ഈ സ്റ്റേറ്റിൻ്റെ ഉള്ളിലല്ല ഇന്ത്യ എന്നുള്ള ചില ഉദ്യോഗസ്ഥന്മാർ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. കാരണം ഈ ഇന്ത്യ രാജ്യത്ത് ഈ സംസ്ഥാനം മാത്രം ഇതിങ്ങനെ എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റായിട്ട് നടത്തും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അയൽ സംസ്ഥാനത്ത് പോയി കഴിഞ്ഞാൽ ഇതുകൊണ്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനം വേണ്ടേ? ഒരു പ്രയോജനമില്ലാത്ത കാര്യത്തിനാണ് സാധാരണക്കാരായ മോട്ടോർ വാഹന ഉപഭോക്താക്കളുടെ അടിച്ചേൽപ്പിക്കുന്ന ഈ നിയമത്തിനെ എന്തായാലും ഇത് എടുത്തു കളയണം. ഇതിന് ഞങ്ങൾ ആരും സപ്പോർട്ടല്ല. ഇതിന് വേണ്ടിയിട്ട് ഏതറ്റം വരെ പോകാൻ വേണ്ടിയിട്ട് ചില പൊതു ഹർജി കൊടുക്കുന്ന വക്കീൽമാരൊക്കെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ തന്ന രേഖ, അത് ഇപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത്, ലോറി സംഘടനയുടെ നേതാവ് സുഹൃത്ത് എനിക്ക് നെറ്റിൽ നിന്ന് എടുത്തിട്ട് അയച്ചു തന്നാൽ അതാണ് ഇതിൻ്റെ നിയമം. ഇതിൻ്റെ മുമ്പിൽ ഏതെങ്കിലും മാധ്യമങ്ങൾ വരികയാണെങ്കിൽ ഇത് ഏതെങ്കിലും പൊതു ഹർജിൻ്റെ വക്കീൽമാർ വരികയാണെങ്കിൽ ഇത് അവർക്ക് കൊടുക്കണം. അത് കൊടുത്തിട്ട് നമുക്ക് കഴിയുന്നിടത്തോളം ഇത് നിർത്തലാണ്. അതായത് ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ ലൊക്കേഷൻ്റെ കാര്യം പറഞ്ഞു. ഇപ്പോൾ നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വരാൻ ഞാൻ നിങ്ങൾക്ക് ലൊക്കേഷൻ ഇട്ട് തന്നു. ഈ ലൊക്കേഷനിൽ നിങ്ങൾ തിരഞ്ഞു വരുമ്പോൾ ഞാനും എൻ്റെ മൊബൈലും ഇവിടുന്ന് മാറിക്കഴിഞ്ഞാൽ നിങ്ങൾ വരിക അതേ സ്പോട്ടിലാണ് അല്ലേ? ആ സ്പോട്ടിൽ വന്നു കഴിഞ്ഞാൽ എന്നെ അവിടെ കണ്ടിട്ടില്ലെങ്കിൽ അവിടെ ആരള്ളയിച്ചെങ്കിൽ ആ ചുറ്റുവട്ടും ഒന്ന് അന്വേഷിക്കണം. ഇന്ന ആളെവിടെയെന്നുള്ളത് അന്വേഷിക്കേണ്ട ഉത്തരവാദിത്തം ആരുടെയാണ്? ഈ പരിശോധനയ്ക്ക് വരുന്ന ആൾക്കാരുടെയാണ്. പിന്നെ ചില ആൾക്കാർ പറഞ്ഞു വാഹനം മണ്ണിൻ്റെ അടിയിൽ തന്നെ ഉണ്ട് എന്നുള്ളത്. ആ മണ്ണിൻ്റെ അടിയിലുണ്ട് എന്ന് അന്ന് ഇവരൊക്കെ പറയുമ്പോഴും ഈ അപകടം നടന്നത് പുറലോകത്തേക്ക് എത്തിച്ച മഹാനാണ് ഞാൻ. അതായത് ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ ലോറിക്കാരൻ്റെ വിഷയങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ 15-ാം തീയതി വൈകുന്നേരം ഞാൻ അവിടെ നിർത്തി കുളിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോയ ആളാണ്. പിറ്റേ ദിവസം രാവിലെ ഈ വാഹനത്തിൻ്റെ ഉടമസ്ഥൻ്റെ കൂട്ടുകാരൻ വയനാട്ടിലുള്ള അസർഫ് എന്ന് പറയും, അദ്ദേഹം എന്നെ വിളിച്ചു, റഹ്മാൻ നീ പോകുന്ന ഭാഗത്ത് ഇങ്ങനെ ഉരുൾപൊട്ടലോ വാഹനം എന്തെങ്കിലും ഇതായിട്ട് കണ്ടിട്ടുണ്ടോ? ഞങ്ങളുടെ വാഹനവും എല്ലാം മിസ്സിങ് ആണ്, ലൊക്കേഷൻ കാണിക്കുന്നത് അപകടം നടന്ന ഭാഗത്താണ് പറഞ്ഞ്. ശരി ഞാനൊന്ന് അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞ് ഒരു അരമണിക്കൂറാകും. പിന്നെ എൻ്റെ സഹപ്രവർത്തകർ എനിക്ക് വീഡിയോ വിട്ടുതന്നു. ആ വീഡിയോ കൂടെ ഞാൻ എല്ലാവർക്കും എത്തിച്ചു കൊടുത്തു. അതായത് ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ട്, നമ്മളെ മലയാളികളുടെ വാഹനം കുടുങ്ങിയിട്ടുണ്ട്, ഒന്ന് അന്വേഷിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഞാനത് അങ്ങനെ എല്ലാവരുടെ അടുത്തേക്ക് എത്തിക്കാൻ ശ്രമിച്ച്. അത് കഴിഞ്ഞിട്ട് പിന്നീട് മാതൃഭൂമിയിൽ അടക്കത്തിൻ്റെ ചർച്ച വന്നു. അന്നും ഞാൻ പറയുന്നുണ്ട്
അവിടെ GPS കൊള്ളരായ്മ അതവിടെ നിൽക്കട്ടെ. GPS ലൊക്കേഷനിൽ അവിടെ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് പരിസരം തരാനുള്ള ഒരു ആർജവം അന്ന് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും ദിവസം അത് നീണ്ടുപോകില്ലായിരുന്നു. ഇന്ന് ഇന്നിപ്പോൾ അവിടെ നടന്ന എന്താണ്, 13 ദിവസം ഇന്നലക്കലേക്ക് മാധ്യമങ്ങളെ അവിടെ ഓടിപ്പിക്കാൻ വേണ്ടി. അതായത് മാധ്യമം അവിടെ നിന്ന് കഴിഞ്ഞാൽ ആ സംസ്ഥാനത്തിൻ്റെ അതായത് മനുഷ്യാവകാശ ലംഘനങ്ങൾ പുറത്തേക്ക് മാധ്യമങ്ങൾ കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ മാധ്യമങ്ങളെ അവിടുന്ന് മാറ്റാൻ വേണ്ടി അവരെടുത്തൊരു നാടകമായിട്ടാണ് ഇതിനെ ഞാൻ കാണുന്നുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് രക്ഷാപ്രവർത്തനം നിർത്തിവെക്കുന്നു, അത് ടെക്നോളജി ഉള്ള സാധനങ്ങൾ ഞങ്ങളിവിടെ എത്തിച്ചിട്ട് വീണ്ടും രക്ഷാപ്രവർത്തനം തുടങ്ങും എന്ന് പറയുന്നത്, അവിടെ മാധ്യമം നിന്ന് കഴിഞ്ഞാൽ എല്ലാ മനുഷ്യാവകാശ ലംഘനങ്ങളും ഓരോ ദിവസം പുറത്തു വരുമ്പോൾ കർണാടക സർക്കാരിന് വളരെ മോശപ്പെട്ട പേര് വരാൻ തുടങ്ങും. അപ്പം മാധ്യമത്തിനെ അവിടുന്ന് ഒഴിവാക്കണം. മാധ്യമത്തിനെ ഒഴിവാക്കാനുള്ള ഇതാണ് ഇന്നലെ അവിടെ എടുത്തത്. ഏതോ ഒരാൾ മുങ്ങിത്തപ്പണ ആൾ വന്നു. ഇല്ലെങ്കിൽ ഞാനൊന്ന് ചോദിച്ചിട്ട് 140 കോടി 140 കോടി ജനങ്ങളുള്ള ഈ ഇന്ത്യയിൽ ഒരു അതായത് ഒരു രക്ഷാപ്രവർത്തനം നടത്താൻ കഴിയണില്ല എന്ന് പറഞ്ഞാൽ അത് വലിയൊരു വീഴ്ചയാണ്. ഒരു യുദ്ധം വന്ന് എന്താ ചെയ്യുക? അവിടുത്തെ രക്ഷാപ്രവർത്തനം ഈ ഇപ്പോഴും GPS ട്രാക്കിംഗ് അവർക്കൊന്നും കിട്ടിയില്ല. അതെങ്ങനെ കിട്ടും? ഞാൻ നിങ്ങൾക്ക് ലൊക്കേഷനിൽ മൊബൈലിൽ ലൊക്കേഷൻ ഇട്ടുന്നതിന് മാറിത്തരും. ഈ GPS നിയന്ത്രണം നടക്കുന്നത് അമേരിക്കയിലാണ്. ഇത് ഫിറ്റ് ചെയ്യാൻ വരുന്ന ആൾക്കാർ പറയുന്നുണ്ട് ഇതിൻ്റെ ടെക്നോളജി കംപ്ലീറ്റ് അമേരിക്കയിലാണ്. ഈ അമേരിക്ക ഇരുന്നിട്ട് വേണം എൻ്റെ രാജ്യം ഭരിക്കണമെങ്കിൽ. അമേരിക്ക പറഞ്ഞ വഴിയിൽ കൂടെ വേണം എൻ്റെ രാജ്യത്ത് കൂടെ ഞാൻ സഞ്ചരിക്കണമെങ്കിൽ. അമേരിക്ക പറയുന്ന ഇതിൽ വേണോ നമ്മളെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യണമെങ്കിൽ. അപ്പം നമ്മളെ രാജ്യത്തിന് ഇതൊക്കെ പിടിപ്പുകേടല്ലേ? എൻ്റെ രാജ്യത്തിൻ്റെ പിടിപ്പുകേട് പറഞ്ഞാൽ ഞാൻ മറ്റുള്ള രാജ്യങ്ങളുടെ അല്ലെങ്കിൽ മറ്റുള്ള രാജ്യക്കാരൻ്റെ മുമ്പിൽ തല കുനിക്കേണ്ട അവസ്ഥ വന്നില്ലേ? ഇതാരാക്കി? ഇത് നിസ്സാരപ്പെട്ടൊരു കാര്യമല്ല. മറ്റുള്ള രാജ്യങ്ങളുടെ മുമ്പിൽ ഒരു GPS ട്രാക്ക് പോലും കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ ടെക്നോളജിയാണ് നമ്മളെ ഇന്ത്യൻ ഭരണഘടന കാഴ്ചവെക്കണമെന്ന് പറഞ്ഞാൽ അത് വലിയൊരു അത്ഭുതമൊന്നായിട്ട് നമുക്ക് കാണണ്ട. കാരണം ഇതാണ്, അതായത് സത്യം പറയുകയാണെങ്കിൽ 1000 വർഷം മുമ്പ് മണ്ണിൻ്റെ അടിയിലുള്ള ക്ഷേത്രം കണ്ടുപിടിച്ച രാജ്യം, അങ്ങനെ തന്നെ പറയണം, ഇത് വർഗീയത പറയല്ല, ഇതാണ് സത്യം. ആ രാജ്യം ഒരു വാഹനം, അതായത് 40 മീറ്റർ നീളമുള്ള ഒരു വാഹനം, 12 അടി ഹൈറ്റുള്ള വാഹനം, 8 അടി വീതിയുള്ള വാഹനം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല പറഞ്ഞാൽ അത് നമ്മളെ രാജ്യത്തിൻ്റെ അഭിമാനമാണ്. അഭിമാനക്കടാണ്. ഒരു 6 അടി മനുഷ്യനെ കാണാണ്ടായി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് തള്ളിക്കളയാം. ഇത്രയും വലിയൊരു സാധനത്തിനെ കാണാനില്ല എന്ന് പറഞ്ഞാൽ നമ്മളെ ടെക്നോളജിൻ്റെയും നമ്മളെ വികസനത്തിൻ്റെയും പോരായ്മയാണ്.